ധ്യാനം. ഇപ്പൊ ധ്യാനമന്ത്രം നോക്കാം. പാശാങ്കുശൗ ധ്യാനം. പാശാങ്കുശൗ മോദകമേകദന്തം പാശാങ്കുശൗ മോദകമേകദന്തം. ഒരു വരിയായി. പാശാങ്കുശൗ മോദകമേകദന്തം കരൈർദധാനം. രണ്ടാമത്തെ വരി. കരൈർദധാനം കനകാസനസ്ഥം കരൈർദധാനം കനകാസനസ്ഥം പാശാങ്കുശൗ മോദകമേകദന്തം കരൈർദധാനം കനകാസനസ്ഥം ഹാരിദ്രഖണ്ഡപ്രതിമം ഹാരിദ്രഖണ്ഡപ്രതിമം ത്രിനേത്രം ഹാരിദ്രഖണ്ഡപ്രതിമം ത്രിനേത്രം പീതാംശുകം രാത്രിഗണേശമീഡേ പീതാംശുകം രാത്രിഗണേശമീഡേ പാശാങ്കുശൗ മോദകമേകദന്തം കരൈർദധാനം കനകാസനസ്ഥം ഹാരിദ്രഖണ്ഡപ്രതിമം ത്രിനേത്രം പീതാംശുകം രാത്രിഗണേശമീഡേ. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ അർത്ഥം നോക്കണം അല്ലെ. അപ്പോ കൈകളിൽ എന്തൊക്കെയാണ് ധരിച്ചത്? കരൈർദധാനം പാശാങ്കുശൗ. പാശം അങ്കുശം. ഒരു കയ്യിൽ പാശം, മറ്റേ കയ്യിൽ അങ്കുശം. കയറും തോട്ടിയും. പാശാങ്കുശൗ. പിന്നെ മോദകം. മോദകത്തെ ധരിച്ചിട്ടുണ്ട്. ഏകദന്തം. പിന്നെ ദന്തത്തെ ധരിച്ചിട്ടുണ്ട്. ഏകദന്തനാണ്. അപ്പൊ അതുകൊണ്ട് ദന്തത്തിനെ ധരിച്ചിട്ടുണ്ട്. കൊമ്പ്. മോദകത്തെ ഒരു കയ്യിൽ ധരിച്ചിട്ടുണ്ട്, പിന്നെ കൊമ്പ് ധരിച്ചിട്ടുണ്ട്. ഏകദന്തം. കരൈർദധാനം. ഇതൊക്കെയാണ് കൈകളിൽ ധരിച്ചിട്ടുള്ളത്. പിന്നെ കനകാസനസ്ഥം. കനകാസനത്തിലാണ് ഇരിക്കുന്നത്. കനകം എന്ന് പറഞ്ഞാല് സ്വർണം. കനകാസനം സ്വർണം കൊണ്ടുള്ള ആസനത്തിലാണ് ഇരിക്കുന്നത്. കനകാസനസ്ഥം. കരൈർദധാനം കനകാസനസ്ഥം. അപ്പോ കൈകളില് പാശം, അങ്കുശം, മോദകം, ദന്തം ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. പിന്നെ കനകാസനത്തിൽ ഇരിക്കുന്നുണ്ട്. കനകാസനം എന്ന് പറയുമ്പോൾ സ്വർണം കൊണ്ടുള്ള ആസനം, അതിലിരിക്കുകയാണ്. ഹാരിദ്രഖണ്ഡപ്രതിമം. ഹാരിദ്രഖണ്ഡ പ്രതിമം.
ഹാരിദ്രം എന്ന് പറഞ്ഞ വാക്കിന് ഒരർത്ഥം മഞ്ഞൾ എന്നാണ്. മഞ്ഞള്. ഹാരിദ്രഖണ്ഡം എന്ന് പറയുമ്പോൾ മഞ്ഞളിന്റെ കഷ്ണം. ഹാരിദ്രഖണ്ഡ പ്രതിമം, ഹാരിദ്രഖണ്ഡം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രതിമ പോലെയുള്ളയാണ്. അതായത് മഞ്ഞൾ കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. അതാണ് നിറം എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു നിറത്തോടു കൂടിയ ആളാണ് ഹാരിദ്രഖണ്ഡ പ്രതിമം. അപ്പൊ മഞ്ഞ നിറമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മഞ്ഞൾ കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഗണപതിയെ കണ്ടാൽ ഉണ്ടാവുക. ഹാരിദ്രഖണ്ഡ പ്രതിമം. പിന്നെ ത്രിനേത്രം, 3 കണ്ണോട് കൂടിയ ആളാണ്. ഹാരിദ്രഖണ്ഡ പ്രതിമം ത്രിനേത്രം. പിന്നെ ഇതിനു പുറമെ പീതാംശുകം. പീത അംശുകം. അംശുകം എന്ന് പറഞ്ഞാല് വസ്ത്രമാണ്. അംശുകം വസ്ത്രം. അപ്പൊ പീതാംശുകം, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തെ ധരിച്ച ആളാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം. അപ്പോ സ്വർണത്തിന്റെ നിറം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം ആണ്. അങ്ങനെയുള്ള സ്വർണത്തിന്റെ മുകളില് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടത്തിന്റെ മുകളിൽ ഇരിക്കുന്നു. മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രതിമ പോലെയുള്ള ആളാണ്. ഇപ്പൊ മഞ്ഞ നിറത്തിലുള്ള വിഗ്രഹമാണ്, മഞ്ഞ നിറ ആണ് എന്നർത്ഥം. പിന്നെ പീതാംശുകം, ധരിച്ച വസ്ത്രവും മഞ്ഞയാണ്. പീതാംശുകം. അങ്ങനെയൊക്കെ ആയിട്ടുള്ള രാത്രി ഗണേശം ഈടേ. രാത്രി ഗണേശം ഈടേ. രാത്രി ഗണേശനെ ഞാൻ ഈടേ വന്ദിക്കുന്നു എന്നർത്ഥം. രാത്രി ഗണേശൻ എന്ന് പറഞ്ഞാല് ഹരിദ്ര ഗണപതി തന്നെയാണ് രാത്രി ഗണേശൻ എന്ന് പറഞ്ഞാൽ. കാരണം ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞളാണെന്ന് പറഞ്ഞല്ലോ. ഈ മഞ്ഞളിന്റെ വേറൊരു പര്യായമാണ് രാത്രി എന്നുള്ളത്. രാത്രിയുടെ പര്യായങ്ങളൊക്കെ ഒരുവിധം മഞ്ഞളിന്റെയും പര്യായമായിട്ട് വരും. അതുകൊണ്ട് രാത്രി ഗണേശം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ പറഞ്ഞ ഹരിദ്രാ ഗണേശൻ, ഹരിദ്രാ ഗണപതി തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ രാത്രി ഗണേശം, ഹരിദ്രാ ഗണപതിയെ ധ്യാനിക്കുന്നു. അഹം ഈടേ, ഞാൻ ധ്യാനിക്കുന്നു. അതാണ് ഈ ഒരു ഇതിന്റെ അർത്ഥമായിട്ട് വരിക. പാശാങ്കുശോ മോദകമേകദന്തം കരേർദധാനം കനകാസനസ്ഥം ആരിദ്രഖണ്ഡ പ്രതിമം ത്രിനേത്രം പീതാംശുകം രാത്രി ഗണേശമീടേ. അപ്പൊ ഇതൊക്കെയാണ് ഹരിദ്രാ ഗണപതിയുടെ വിശേഷങ്ങള്. ഹരിദ്രാ ഗണപതി എന്ന് പറഞ്ഞാൽ വിശാഖ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗണപതിയാണ്.